Hi all, welcome back to Crack the Technicals. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കമ്പൈലർ ഡിസൈൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. കമ്പൈലർ ഡിസൈൻ എസ്പെഷ്യലി ഗേറ്റിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർ കുറച്ച് സീരിയസ് ആയിട്ട് നോക്കേണ്ട ഒരു പോർഷൻ ആണ്. കുറച്ച് ടോപ്പിക്സേ ഉള്ളെങ്കിലും നല്ല ക്വസ്റ്റ്യൻസുകൾ വരാനും നല്ലതായിട്ട് സ്കോർ ചെയ്യാനും പറ്റിയ ഒരു സബ്ജക്റ്റ് ആണത്. So നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യനിലോട്ട് വരാം. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ദ യൂസ് ഓഫ് ബാക്ക് പാച്ചിങ് ഇൻ എ കമ്പൈലർ. 4. Backpatching can be used to generate code for Boolean expression in one pass. Backpatching can be used to generate code for flow of control statements in one pass. Which of the following option is correct? Only first, only second, both, neither. സോ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ബാക്ക് പാച്ചിങ് എന്താണ് എന്നുള്ള ഒരു ഐഡിയ വേണ്ടേ? എന്താ ഈ ബാക്ക് പാച്ചിങ് എന്ന് പറഞ്ഞാൽ? ഞാനിവിടെ നിങ്ങൾക്ക് വായിച്ചു നോക്കാൻ വേണ്ടിയിട്ട് ഒരു എക്സ്പ്ലനേഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഈവൻ ദോ ജസ്റ്റ് ബ്രീഫായിട്ട് കേട്ടോളൂ. ഈ ബാക്ക് പാച്ചിങ് എന്ന് പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റ് നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു സംഭവമാണ്. നമ്മൾ കമ്പൈലർ ഡിസൈനും സിസ്റ്റം സോഫ്റ്റ്വെയറും ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ എപ്പോഴും കാണുന്ന ഒരു ഐറ്റമാണ്. ഓക്കെ, എന്താ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കോഡില് നമ്മൾ ഗോ ടു എന്നൊക്കെ ഉള്ള കീവേഡ് യൂസ് ചെയ്യുമ്പം ഗോ ടു കഴിഞ്ഞിട്ട് നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു അഡ്രസ് എഴുതാറില്ലേ? അല്ലെ, ഗോ ടു സം അഡ്രസ്. അപ്പം ആ അഡ്രസ് എന്ന് പറഞ്ഞിരിക്കുന്നതിന്റെ പ്രത്യേകത എന്താണ്? ചിലപ്പോൾ അതിന് മുന്നേ വല്ല കണ്ടീഷൻസ് ഒക്കെ കാണും. ആ കണ്ടീഷൻ ഒക്കെ സാറ്റിസ്ഫൈ ആണെങ്കിൽ നമ്മളൊരു പെർട്ടിക്കുലർ അഡ്രസ്സിലോട്ട് പോകും. അല്ല, കണ്ടീഷൻ തെറ്റിയാൽ നമ്മൾ പോകുന്നത് വേറെ ഒരു അഡ്രസ്സിലോട്ടും ആയിരിക്കും. അല്ലെ, അങ്ങനെയല്ലേ എൻ്റെ ഒരു കൺസെപ്റ്റ് പറയാം, അല്ലെ? അപ്പോ ഈ ബാക്ക് പാച്ചിങ്ങിന്റെ പരിപാടി എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യത്തെ തവണ ഒരു കോഡ് എക്സിക്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ ജസ്റ്റ് ഇപ്പൊ നിങ്ങൾ നോക്കിക്കോളൂ, ഇപ്പൊ ലൈൻ ബൈ ലൈൻ ആയിട്ട് നമ്മളെ കമ്പൈലർ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഗോ ടു ലൈൻ കാണുമ്പോൾ നമ്മുടെ കമ്പൈലർക്ക് മനസ്സിലാവോ? എസ്പെഷ്യലി ഈ ഫ്രണ്ടിലോട്ടുള്ള അഡ്രസ്സിലോട്ടാണ് ജമ്പ് ചെയ്ത് പോകാനുള്ള ലേബിൾ നമ്മൾ എഴുതുന്നതെങ്കിൽ, ഗോ ടു കഴിഞ്ഞിട്ടാണ് ആ ലേബിൾ എഴുതുന്നതല്ലോ. ലേബിൾ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ പറഞ്ഞ ഒരു പെർട്ടിക്കുലർ അഡ്രസ്സ്, ആ അഡ്രസ്സ് എഴുതണമെന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള കോഡുകൾ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാലേ ഏത് അഡ്രസ്സിലോട്ടാണ് കറസ്പോണ്ടിങ് പോകാൻ പറ്റുന്നത് എന്ന് നമുക്ക് അറിയാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് ഈ ബാക്ക് പാച്ചിങ് എന്ന് പറയുന്നത്. ബാക്ക് പാച്ചിങ്ങിന്റെ പർപ്പസ് തന്നെ അതാണ്. ഓക്കെ, ഈ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് എസ്പെഷ്യലി കോഡ് ജനറേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള കോഡ് ജനറേഷൻ ഫേസിൽ ഇങ്ങനെയുള്ള ഡെസ്റ്റിനേഷൻസ് ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡാണ് ബാക്ക് പാച്ചിങ്. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ കുറച്ചും കൂടി അതിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ എപ്പോഴൊക്കെ ആയിരിക്കും ഈ ബാക്ക് പാച്ചിങ്ങിന്റെ യൂസേജ് വരിക? നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഒരു ഗോ ടു കഴിഞ്ഞിട്ട് നമ്മൾ ഒരു അഡ്രസ്സ് എഴുതും. ആ അഡ്രസ്സ് നമ്മൾ നോർമലി നമ്മൾ അതിന്റെ സിന്റാക്സ് നോക്കി കഴിഞ്ഞാൽ എങ്ങനെയാ എഴുതുന്നത്? ഗോ ടു, അത് കഴിഞ്ഞിട്ട് ഒരു ലേബൽ, അല്ലേ? അപ്പോ നോർമലി എവിടെയൊക്കെ ബാക്ക് പാച്ചിങ് യൂസ് ചെയ്യും? അപ്പൊ ഓപ്ഷൻ ഫസ്റ്റ് നോക്കിയേ, ബാക്ക് പാച്ചിങ് ക്യാൻ ബി യൂസ്ഡ് ടു ജനറേറ്റ് കോഡ് ഫോർ ബൂളിയൻ എക്സ്പ്രഷൻ ഇൻ വൺ പാസ്. ബൂളിയൻ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രൂ അല്ലെങ്കിൽ ഫോൾസ് റിട്ടേൺ ചെയ്യുന്ന എക്സ്പ്രഷൻസ് ആണ് ബൂളിയൻ എക്സ്പ്രഷൻസ്, അല്ലെ? ഒരു കണ്ടീഷൻ ഉണ്ട്, ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഒരു പെർട്ടിക്കുലർ പോർഷൻ എക്സിക്യൂട്ട് ചെയ്യണം, ഫോൾസ് ആണെങ്കിൽ വേറൊരു പെർട്ടിക്കുലർ പോർഷൻ എക്സിക്യൂട്ട് ചെയ്യണം, അങ്ങനെയല്ലേ? അത് ഒരു വൺ പാസിൽ ചെയ്യാനായിട്ട് കേപ്പബിൾ ആക്കുന്നത് ആരാണ്? ബാക്ക് പാച്ചിങ് ആണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഇനി അടുത്തത്, backpatching can be used to generate code for flow of control statements in one pass. ഈ flow of control statements എന്ന് പറഞ്ഞാൽ ആരൊക്കെ വരും? നമ്മുടെ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സുകൾ വരും. അതെല്ലാം ഫ്ലോ ഓഫ് കൺട്രോൾ ആണല്ലോ. അത് കണക്ക് തന്നെ നമ്മുടെ ഇഫ് എൽസ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളെല്ലാം തന്നെ വരുന്നത് ഫ്ലോ ഓഫ് കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് ആണല്ലേ. അപ്പോൾ അവിടെയും നോക്കിക്കേ, നമുക്ക് എന്തായാലും ഒറ്റ പാസിന് ഏത് അഡ്രസ്സിലോട്ട്, എസ്പെഷ്യലി മുന്നോട്ടൊക്കെയാണ് ജമ്പ് ചെയ്തൊക്കെ പോകാനുള്ളതെങ്കിൽ ഉറപ്പായിട്ട് ഒറ്റ പാസിൽ അവിടുത്തെ ലേബലോ അല്ലെങ്കിൽ അവിടുത്തെ ഗോ ടു കഴിഞ്ഞിട്ടുള്ള അഡ്രസ്സോ ഒന്നും നമുക്ക് കിട്ടാൻ പോകുന്നില്ല. അപ്പോ വൺ പാസിൽ നമുക്ക് കോഡ് ജനറേറ്റ് ചെയ്ത് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആരെ ഹെൽപ്പ് വേണം? ബാക്ക് പാച്ചിങ് വേണം. അപ്പൊ ബൂളിയൻ എക്സ്പ്രഷൻസിൽ മാത്രമല്ല, ഫ്ലോ ഓഫ് കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സിലും ബാക്ക് പാച്ചിങ് യൂസ് ചെയ്യുമ്പോഴാണ്, ബാക്ക് പാച്ചിങ് യൂസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു എന്താണ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള
കോഡ് ജനറേഷൻ ഫേസ് കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റും ആക്ച്വലി ഇവിടെ കറക്റ്റ് ആണ്. സോ ഇവിടെ ഡെഫിനിഷനിൽ നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും, ഇറ്റ്സ് എ മെത്തേഡ് ടു ഡീൽ വിത്ത് ജംപ്സ് in the control flow construct like if statement, loops, etc. in the intermediate code generation phase of the compiler. Otherwise, as the target of these jumps may not be known until later in the compilation stages, backpatching is a method to fill in these destination located elsewhere. എവിടെയോ ഉള്ള ഡെസ്റ്റിനേഷൻസിനെ ഫിൽ ചെയ്യാനായിട്ട് ബാക്ക് പാച്ചിങ് ഹെൽപ്പ് ചെയ്യും. അത് ബൂളിയൻ എക്സ്പ്രഷൻസിലും യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഫ്ലോ ഓഫ് കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സിലും യൂസ് ചെയ്യുന്നുണ്ട്. സോ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. സോ ഓപ്ഷൻ സി ബോത്ത് 1 and 2 ആർ കറക്റ്റ് ഈസ് ദ കറക്റ്റ് ആൻസർ. അപ്പോൾ ഇത് ഗേറ്റ് 2025 ഒരു ക്വസ്റ്റ്യൻ ആണ്. കമ്പൈലറും കാര്യമായിട്ട് പഠിച്ചോളൂ. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.